ഒരേടം ഒരേടം മഹാദേവർ ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവം നാളെ ആരംഭിക്കുകയാണ്. നാളെ 4 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. 7 മണിക്ക് തൃക്കൊടിയേറ്റാണ്. ആ ഉത്സവവും വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ തത്സമയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ തത്സമയത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. നമുക്ക് ഉത്സവത്തെക്കുറിച്ചും ഉത്സവ വിശേഷങ്ങളെക്കുറിച്ചും ക്ഷേത്ര ഭരണസമിതിയോടും ഉത്സവ കമ്മിറ്റിയോടും ചോദിച്ചറിയാം. വിനോദം തുടങ്ങിയതാ, വിനോദം തുടങ്ങിയതാ. അതൊന്ന് വിളിച്ചു അപ്പൊ തിരുമേനിയുടെ അങ്ങ് എടുക്കട്ടെ. എല്ലാരും കൂടെ ചേർത്ത് എടുക്കാം. പറ, ഞാൻ ഒരു 5 മിനിറ്റ് 500 രൂപ നിങ്ങൾ മഹേഷിക്കുന്ന കമ്പനി മേടിക്കും. പിന്നെന്ത് അവിടെ വരും. ആ വഴി നിർത്തിയാക്കിയില്ലേ? വാ വാ വാ. നീ എപ്പോഴാണ് എടുക്കാൻ വരുന്ന? കത്തിന് കിട്ടി. ഏപ്രിൽ 23 ആരംഭിച്ച് മെയ് 5 ഇവിടെ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തോടു കൂടിയാണ് ഉത്സവത്തിന് തുടക്കം കുറിക്കുക. 4 മണിക്ക് സാംസ്കാരിക സമ്മേളനം മുൻ ജില്ലാ പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശ്രീ അഡ്വക്കേറ്റ് സാം കെ ഡാനിയേലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിവിധ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ തൃക്കൊടിയേറ്റ് ആരംഭിക്കും. തൃക്കൊടിയേറ്റിന് ശേഷം നാളെ കൊച്ചിൻ ഒരു സമിതിയുടെ ഒബി സുജിത്തും രാജേഷും ഒക്കെ പങ്കെടുക്കുന്ന കോമഡി ഷോയാണ് നാളെ സ്റ്റേജിൽ അരങ്ങേറുക. അങ്ങനെ വിവിധ പരിപാടികളുണ്ട്. ചരിത്രം പേറുന്ന ഈ മണ്ണിൽ ഒരേടം മഹാദേവൻ ക്ഷേത്രത്തിലെ ചരിത്രമുറങ്ങുന്ന ഈ ക്ഷേത്രസന്നിധിയിൽ 15 നാളിലെ ഉത്സവം അരങ്ങേറുകയാണ്. ഇവ അതില്ല സാറേ, ആദ്യം പറയുന്നവരെ അത് തന്നെ അങ്ങനെ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ മതി. മൈക്കാണ്. ക്ഷേത്ര ഉത്സവ വിശേഷങ്ങളെ കുറിച്ച്
ഉത്സവത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങളും ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു. ആദ്യം ക്ഷേത്ര തന്ത്രി ബഹുമാനപ്പെട്ട തിരുമേനി നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമ്മുടെ പോരേടം ദേശത്തിന്റെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അത് 14 ദിവസം, ചെങ്ങന്നൂരിൽപാതി എന്നുള്ള വിശേഷം ഉള്ള ഒരു മഹാക്ഷേത്രം. 14 ദിവസം ആണ് നമുക്കിവിടെ. 14 രാവിലെ കൊടിയിറക്കത്തോടു കൂടി ഉത്സവം സമാപനം. അപ്പം ഇന്ന് വൈകിട്ട് മുതൽ ഉത്സവത്തിന്റെ ക്രിയകൾ ആരംഭിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ക്ഷേത്ര സംബന്ധമായുള്ള ശുദ്ധി, ക്ഷേത്രത്തിന് ഉത്സവത്തിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ, ഇന്ന് പ്രാസാദ ശുദ്ധിക്രിയകൾ ഇന്ന് വൈകിട്ട് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ ആരംഭിക്കും. നാളെ രാവിലെ അതേപോലെ തന്നെ യോഗീശ്വരന്റെ അവിടെ പൂജയും കഴിഞ്ഞ് മഹാ അന്നദാനം, ഉത്സവത്തിന് അന്നദാനം കഴിച്ച് നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും പട്ടിണിയും ഒന്നും ഇല്ല എന്ന് ദേവൻ ഉറപ്പുവരുത്തി വൈകിട്ട് കൊടിയേറുന്നതായുള്ള സുമുഹൂർത്തം. കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നീട് 14 ദിവസം ഉത്സവം. 13-ന്റെ അന്ന് ആറാട്ട് വരും. 14-ന് രാവിലെ കൊടിയിറക്കും. അതിനിടയ്ക്ക് ശ്രീഭൂതബലി, അതേപോലെ തന്നെ സപ്തമാതൃക്കൾ സേവ, ഉത്സവബലി, കളഭം, അഷ്ടാഭിഷേകം, പുഷ്പാഭിഷേകം എന്നുള്ള വിശേഷാൽ ക്രിയകൾ, ദേവന് നേർച്ചയായിട്ട് പല സമർപ്പണം, ചുറ്റുവിളക്ക്, ഇങ്ങനെയുള്ള പല വിശേഷാൽ ക്രിയകൾ ദേവന് നടക്കും. ദേവന്റെ ചൈതന്യവർദ്ധനവ്, അതും ദേവൻ പുതുവെള്ളത്തിൽ ആറാടും എന്നുള്ളത് ഈ നാട്ടിലെ ഒരു വിശേഷണമാണ്. ദേവൻ അർക്കന്നൂർ ആറാട്ടുകടവിൽ ആറാടുന്ന ആ സമയം ഒരു മഴയും ഒക്കെ പെയ്ത് പുതുവെള്ളത്തിലാണ് പൊതുവെ ആറാടുന്നതെന്ന് പറഞ്ഞു കേൾവി. അത് ഇതേവരെയുള്ള നിമിത്തവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ദേവന്റെ ഉത്സവം നമുക്കെല്ലാവർക്കും പൂർവാധികം ഭംഗിയായി കൊണ്ടാടാം. ഭക്തജനങ്ങളെ, പോരേടം മേജർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം നാളെ തൃക്കൊടിയേറി മെയ് 5-ാം തീയതി തിരു ആറാട്ട് ഘോഷയാത്രയോടും തുടർന്ന് തൃക്കൊടി ഇറക്കോടുകൂടിയാണ് 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്നു. നാളെ രാവിലെ ഉത്സവ വിളംബര ഘോഷയാത്രയോടനുബന്ധിച്ചുകൊണ്ട് നാളെ നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ നാട്ടിലെ ശിവഭക്തരായ ടീം ശിവപാലകർ മഹാദേവന് നെറ്റിപ്പട്ടവും തിടമ്പം അലങ്കാര ഗോളകയും മുത്തുകുടയും ആനച്ചമയങ്ങളും ഒക്കെ സമർപ്പിക്കുന്ന ഒരു അതിവിശിഷ്ടമായ ഒരു ചടങ്ങിന് കൂടി നാളെ മഹാദേവ ക്ഷേത്ര സന്നിധി സാക്ഷി. രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന വിളംബര ഘോഷയാത്ര നമ്മുടെ പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് 9 മണിയോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ സമർപ്പിക്കപ്പെടുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ മഹാക്ഷേത്രങ്ങൾ കാണുന്ന പോലെയുള്ള ദേവവാഹനം നമ്മൾ സമർപ്പിക്കപ്പെട്ടതാണ്. എന്തുകൊണ്ടും ഒരു മഹാക്ഷേത്രത്തിന് എല്ലാ അംശങ്ങളും അടങ്ങിയിട്ടുള്ള പോരേടം ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലും ഈ വർഷത്തും ഒട്ടേറെ വൈവിധ്യങ്ങളിലൂടെയും ക്ഷേത്രാചാര ചടങ്ങുകളിലൂടെയും ഒക്കെ നടത്തപ്പെടുകയാണ് ഈ ഉത്സവ ആഘോഷങ്ങളും. അതോടൊപ്പം നാളെ തൃക്കൊടിയേറ്റ് ദിവസമായ നാളെ ഉച്ചയ്ക്ക് രാവിലെ 11 മണി മുതൽ മഹാ അന്നദാനം നടക്കുകയാണ്. ഈ മഹാ അന്നദാനത്തിലും അതുപോലെ തന്നെ തുടർന്ന് വൈകിട്ട് നടക്കുന്ന 4:30-ന് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്യുന്ന സാംസ്കാരിക സമ്മേളനവും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കൽ ചടങ്ങും, അതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ വിവിധ മേഖലകൾ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികളെയും SLC+2 ഫുൾ A+ നേടിയ കുട്ടികളെയും ഒക്കെ ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങും 4:30-ക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് 7 മണിയോടുകൂടി ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. തുടർന്ന് 13 ദിവസവും വിവിധങ്ങളായ ക്ഷേത്ര സ്റ്റേജ് പരിപാടികളും അതുപോലെ തന്നെ വിശിഷ്ടമായ ക്ഷേത്ര ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ നടത്തപ്പെടുകയാണ്. ഈ ഉത്സവാഘോഷങ്ങൾ ഭംഗിയായും നടത്തുന്നതിന്, ആചാരപരമായി നടത്തുന്നതിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും മഹാദേവ സന്നിധിയിൽ എത്തിച്ചേരുകയും ഈ ഉത്സവാഘോഷങ്ങൾ ഭംഗിയാക്കുന്നതിന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും ഒക്കെ ഉണ്ടാവണം, പിന്തുണയും ഒക്കെ ഉണ്ടാവണമെന്ന് മഹാദേവന്റെ നാമധേയത്തിൽ അഭ്യർത്ഥിക്കുന്നു. കേട്ടോ, നമ്മുടെ ഈ വർഷത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ പ്രദേശത്തുള്ള കലാകാരന്മാരെയും കലാകാരികൾക്കുമാണ് കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത്.
അതുപോലെ ക്ഷേത്ര ചടങ്ങുകൾ മുൻ വർഷത്തേക്കാൾ ക്ഷേത്ര ചടങ്ങുകൾ വളരെയധികം ക്ഷേത്ര ചടങ്ങുകളുണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്ര ചടങ്ങുകളും എല്ലാ ദിവസവും നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനില്ലാത്ത രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുപോലെ അന്നദാനവും നാളെ 11 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം ഉത്സവ ആഘോഷങ്ങളിലും ക്ഷേത്ര ചടങ്ങുകളിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഭഗവാന്റെ ഐശ്വര്യം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ശശിയണ്ണ പറ എന്തോ ശശിയണ്ണ ഒന്നും ശിവായ. പൊതുവെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് നമുക്കറിയാം ക്ഷേത്ര ചടങ്ങുകൾ, പൂജാതി കർമ്മങ്ങൾ, മറ്റ് വിശേഷാൽ പൂജകളും കാര്യങ്ങളും എല്ലാം ഒരു 3-4 വർഷം കൊണ്ട് നമുക്കിവിടെ നടക്കുന്നുണ്ട്. അത് ഭഗവാന്റെ അനുഗ്രഹവും ഭക്തജനങ്ങളെ ഓരോരോ കാര്യങ്ങൾ ഭഗവാൻ തോന്നിപ്പിക്കുന്നു. അപ്പം ആ തോന്നൽ ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും അതിൻ്റേതായ അനുഭവങ്ങളും കാര്യങ്ങളും മഹാദേവൻ കൊടുക്കുന്നുണ്ട്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 4ാം ഉത്സവം ഒരു ദേവന് കളഭാഭിഷേകമാണ്. അത് പള്ളിവേട്ട ദിവസം വരെ ആ കളഭാഭിഷേകം മുടങ്ങാതെ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ്പാഭിഷേകം, അഷ്ടാഭിഷേകം. അപ്പം ദേവന്റെ വിശേഷാൽ പൂജകൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൊട്ടാരക്കര ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രങ്ങളെ വെച്ച് നോക്കുമ്പം ക്ഷേത്ര പൂജകളും വിശേഷാൽ പൂജകളും അടിയന്തരങ്ങളും നമ്മുടെ പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. നമുക്കറിയാം മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഉത്സവാ ദിവസങ്ങളിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു നവകം പൂജയും ശ്രീഭൂതബലി മാത്രമാണ് നടക്കുന്നത്. അപ്പം അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങൾ കൊണ്ട് ഇതുപോലുള്ള വിശേഷാൽ പൂജകൾ നമുക്ക് നടത്താം. ഇപ്പം തന്നെ ഒത്തിരി ഭക്തജനങ്ങൾ ഓരോരോ പൂജകൾ ഭഗവാനെ നടത്തണം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് വരുന്നത് ആവശ്യം. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും എല്ലാവർക്കും അവരുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് നമുക്ക് വിശേഷാൽ പൂജകൾ നമ്മൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നമ്മൾ പരമാവധി ഒരു വിളക്കായാലും അല്ലെങ്കിൽ ഒരു അഷ്ടാഭിഷേകമായാലും അല്ലെങ്കിൽ ദേവന് ഒരു 1000 കാ നിവേദ്യമായാലും അതിനുപരി 12 പായസം, ഇതെല്ലാം നമുക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് നമുക്ക് അവരുടെ മനസ്സിന് തൃപ്തി ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ പൂജാതി കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോഴത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദേശത്തും അന്യദേശത്തും എല്ലാം നമ്മുടെ ക്ഷേത്രത്തിനെ പറ്റി നല്ല ഇതാണ് വരുന്നത്. അപ്പം നമ്മുടെ ക്ഷേത്രം ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ അറിയപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആറാട്ട് ഘോഷയാത്രയായാലും ശരി. നമുക്കറിയാം നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പോരടം ശ്രീ മഹാദേവ ക്ഷേത്രം നിങ്ങളുടെ ഉത്സവം ഭഗവാന്റെ ഉത്സവം ഭയങ്കര ഉത്സവമാണ്. അതെ, 13 ദിവസം ഉള്ള നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ഉത്സവമാണ് നമുക്ക് പോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരാണ്. നമ്മുടെ നാട്ടുകാരും കമ്മിറ്റിയും ഭക്തജനങ്ങളും അവരുടെ ഒരേ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ദേവനെ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ നമ്മുടെ ഭക്തജനങ്ങൾ മുന്നോട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നടത്താൻ പറ്റും. അപ്പം അത് ഭംഗിയായിട്ട് നടത്തുന്നതിന് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ കമ്മിറ്റി ആയാലും കുറേ വർഷങ്ങൾ കൊണ്ടുള്ള നമ്മുടെ നാട്ടുകാരുടെ ആ ശ്രമഫലമായി എല്ലാ ഭക്തജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നമ്മുടെ തിരുവുത്സവം നടത്താനുള്ള ഒരു ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹവും നമുക്കുണ്ടായിരിക്കുന്നു. നമുക്കറിയാം കാലാകാലങ്ങളിൽ എന്ത് ഒരു വഴിപാട് നടത്തിയാലും ആ ഭക്തനെ ഭഗവാൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് പല കാര്യങ്ങളും അനുഭവമുണ്ട്. നമുക്കറിയാം ഓരോരുത്തരുടെ വിളിച്ചു കൂട്ടി അവരവരുടെ അനുഭവങ്ങൾ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും പലത് പറയാനുണ്ട്. എനിക്ക് ഇന്ന അനുഭവങ്ങളുണ്ട്, എനിക്ക് ദേവൻ ഇന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചു എന്നുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ വരും കാലങ്ങളിലും നമുക്ക് ഗംഭീരമായി ഈ ക്ഷേത്രത്തിനെ അന്യദേശത്തും അറിയപ്പെടുന്ന ഒരു മഹാക്ഷേത്രമാക്കി മാറ്റുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നമുക്ക് തരുന്നു.
അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ നാട്ടുകാരെന്നുള്ള രീതിയിലും ഭക്തജനങ്ങളും കമ്മിറ്റിക്കാരും അവർ സമയം പോലും കളഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് ദേവൻ്റെ ആവശ്യം എന്നുള്ള രീതിയിൽ ഈ 14 ദിവസമല്ല, അതിന് മുമ്പായിട്ട് എത്രയോ ദിവസങ്ങൾ കൊണ്ടുള്ള പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നമ്മൾ ഇത്രയും ഗംഭീരമാക്കുന്നത്. അപ്പം അതിന് ഭഗവാന്റെ ശക്തി അനുഗ്രഹവും ഇതിൻ്റെ ചുമതലക്കാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാം ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വരും കാലങ്ങളിൽ അതുപോലെ ഈ വർഷത്തെ ഉത്സവം നമുക്ക് അതുപോലെ ഭംഗിയായി ആഘോഷിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാം. ഓം നമ ശിവായ. ഓം നമ ശിവായ. കോരടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം നാളെ കൊടിയേറുകയാണ്. ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇന്ന് ഈ പരിപാടി നമുക്ക് ഗംഭീരമാക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ഉപദേശ സമിതിയും ഇപ്പോഴത്തെ നമ്മുടെ മേൽശാന്തിയായിട്ട് വന്ന ശ്രീ ഈശ്വരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായങ്ങൾ ഞങ്ങൾ മാനിച്ചുകൊണ്ട് ഒരുപാട് പുരോഗമനങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പം നടത്താൻ കഴിയുന്നുണ്ട്. ഇതിനകത്താണെങ്കിൽ ഇപ്പം നമുക്ക് ക്ഷവവാഹനം വന്നു. എല്ലാ മേജർ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ ക്ഷേത്രം മേജർ ക്ഷേത്രമായിട്ട് ഉയർന്നിരിക്കുന്നു. പിന്നെ അത് കൂടാതെ ഇനിയിപ്പം നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് ഇവിടെ വിളക്കുമാടം ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഈ ഉത്സവം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മുടെ ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം ഇതാണെങ്കിൽ സാധാരണക്കാരന് താങ്ങാവുന്ന റേറ്റിൽ നമ്മളൊരു കല്യാണ മണ്ഡപം ഇവിടെ ഉണ്ട്. 100-500 പേർക്ക് ഇവിടെ ഇരിക്കാവുന്നതാണ്. ഒരു സമയത്ത് 400 പരം ആൾക്കാർക്ക് സദ്യാലയത്തിൽ ഇരുന്ന് സദ്യ കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. 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 ഭക്തജനങ്ങളെ, ചെങ്ങന്നൂർ പാതി പോരേടം എന്നാണ് അറിയപ്പെടുന്നത്. പോരേടം ശ്രീ മഹാദേവന്റെ തിരുവുത്സവം നാളെ ആരംഭിക്കുകയാണ്. നാളെ തൃക്കൊടിയേറ്റോടുകൂടി അവിട്ടുനാളിലെ കൊടിയേറ്റോടുകൂടി ഉത്സവം ആരംഭിച്ച് 13 ദിവസം കഴിഞ്ഞ് 14-ാമത്തെ ദിവസം ഉയർനാളിൽ കൊടിയിറങ്ങുന്നതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം. ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്താൽ ഏകദേശം അതിൻ്റെതായ പൂർത്തീകരണ ഭാഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രോത്സവം ഭംഗിയായി നടത്തത്തക്കവണ്ണം സഹകരണങ്ങളും ഭക്തിനിർഭരമായ സാന്നിധ്യത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവം ഭംഗിയായി നടത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ക്ഷേത്ര ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും ആണ് ക്ഷേത്രത്തിന്റെ നാളെ മുതൽ അടുത്ത മെയ് 5 വരെ നടക്കാൻ പോകുന്ന ഉത്സവ വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. നമുക്ക് ഒത്തിരി വിശേഷങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇവിടുത്തെ ക്ഷേത്ര ഉത്സവങ്ങളുമായി നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കും. ക്ഷേത്രത്തിൽ നാളെ 4:30 മണിക്ക് തുടങ്ങുന്ന സാംസ്കാരിക സമ്മേളനവും അതോടൊപ്പം തന്നെ കൊടിയേറ്റും 7 മണിക്ക് നടക്കും. വളരെ ഗംഭീരമായ ആഘോഷ പരിപാടികളാണ് ഇവിടുത്തെ ക്ഷേത്ര ഭരണസമിതിയും ഉത്സവ കമ്മിറ്റിയും ഒരുക്കിയിരിക്കുന്നത്. നിരവധി സ്റ്റേജ് പരിപാടികൾ, അതോടൊപ്പം തന്നെ ഉത്സവ കമ്മിറ്റി പറഞ്ഞതുപോലെ വളരെ പ്രത്യേകത എന്ന് പറയാൻ മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും അതിൽ കൂടുതൽ ഈ പ്രദേശവാസികൾക്ക്
ഉള്ള കലാപരമായ പരിപാടികൾ നടത്തുന്നതിനും അതിനു വേണ്ടുന്ന അവസരങ്ങൾ ഇവിടെ അവരെ ക്ഷേത്ര ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതാണ് അവരെ ഇവിടുത്തെ ഉത്സവത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാചകപ്പുരയിലാണ്. നാളെ 11 മണി മുതൽ ക്ഷേത്ര സന്നിധിയിൽ മഹാ അന്നദാനമുണ്ട്. ആ അന്നദാനത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ഇവിടെ അതിന്റെ പാചകത്തിന്റെ പരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടു വരാം. സാക്ഷി ടി വിയിലെ ടീം ഇപ്പോൾ ഉള്ളത് പാചകം നടക്കുന്ന സ്ഥലത്താണ്. അവിടെ തകൃതിയായിട്ട് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ 11 മണിക്കാണ് ഇവിടെ അന്നദാനം നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങളും ആ അന്നദാനത്തിൽ പങ്കുചേരണമെന്ന് കൂടി ഞങ്ങൾ തത്സമയത്ത് കൂടി അറിയിക്കുകയാണ്. ഏകദേശം അരിഞ്ഞു നോക്കേണ്ടതൊക്കെ ഏകദേശം ആയി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ചേട്ടനാണോ എന്റെ മുഖ്യ ആള് പാചകത്തിന്റെ? എവിടെ ഇരിക്കുന്നത്? അദ്ദേഹത്തെ ഒന്ന് വിളിക്കാവോ? നാളെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? അദ്ദേഹത്തെ ഒന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? അജികുമാർ. തക്കൊടി അവിടെ ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഇപ്പൊ നാളെ അന്നദാനത്തിന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന മുഖ്യ ആളെന്ന് പറയുന്ന അജികുമാർ തെരപ്പയം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. പ്രേക്ഷകർക്ക് വേണ്ടി നാളെ എന്തൊക്കെയാണ് ഇവിടെ വിഭവങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. അജിയേട്ട, എന്തൊക്കെയാണ് പാചകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയും? 6 ഐറ്റം കറികൾ എന്തൊക്കെയാണ്? പച്ചടി, അവയല്, തോരൻ, ഇഞ്ചി, നാരങ്ങ, മാങ്ങ. 6 ഐറ്റം കറികള്. പിന്നെ പായസം, പ്രഥമൻ, സാമ്പാർ, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, പപ്പടം.
എല്ലാ വർഷവും അജിയേട്ടനാണോ ഇവിടെ ക്ഷേത്രത്തിൽ എത്ര ദിവസം ഉണ്ട് ഇവിടെ അന്നദാനം? ഒറ്റ ദിവസം മഹാന്നദാനമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് അജിയേട്ടൻ തന്നെയാണോ? അപ്പൊ ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്നത് നാളെ ഈ ഇവിടെ അന്നദാനത്തിന് മഹാന്നദാനമാണ്. ഒറ്റ ദിവസമേ ഉള്ളൂ. ആ അന്നദാനത്തിന് ഇവിടെ ഭക്ഷണം ഒരുക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അജികുമാർ പരിപ്പയത്തെയാണ് നമ്മളിപ്പോ കണ്ടത്. എട്ട് കൂട്ടം കറി അല്ലേ? ആറ് കൂട്ടം കറിയും മൂന്നൊഴിക്കാനും അതേപോലെ തന്നെ അടക്കം അല്ല അന്നദാനമാണ്. എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കണമെന്നാണ്. അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായം. മുഴുവൻ ഭക്തജനങ്ങളും ഈ മഹാന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് അദ്ദേഹം അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് ഒന്ന് രണ്ട് വിശേഷങ്ങൾ കൂടിയുണ്ട്. അതുകൂടി കണ്ട അത് മറ്റൊന്നുമല്ല, വളരെ കമനീയമായ, വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന, വളരെ മനോഹരമായ ഒരു വൈദ്യുതി അലങ്കാരമാണ് ക്ഷേത്രസന്നിധിയിൽ അവര് ഉത്സവ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആറട്ട് അതായത് ക്ഷമിക്കണം അമ്പലക്കുളത്തിലും അതുപോലെ വൈദ്യുത ദീപാലങ്കാരം ഉണ്ട്. വളരെ മനോഹരമായ, ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു 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 വൈദ്യുത അലങ്കാരമാണ് ഈ ക്ഷേത്രസന്നിധിയിൽ ഉത്സവ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടും ഈ വർഷത്തെ ഈ പോരേടം ദേശത്തെ മഹാദേവന്റെ ഉത്സവം വളരെ ഗംഭീരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ആ വൈദ്യുതി അലങ്കാരം ഒന്ന്, ഇതിപ്പോ നിൽക്കുന്നത് അമ്പലക്കുളത്തിലുള്ള ആ വൈദ്യുത ദീപാലങ്കാരമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അമ്പലക്കുളം വളരെ നല്ല രീതിയിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. കുളത്തിന് 4 വശവും അതേപോലെ മധ്യഭാഗത്തും കൂടിയൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയാണ് നമുക്കത് അത് അനുഭവപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ദീപാരാധനയുടെ സമയമാണിപ്പോൾ. സംസാരം ബോർഡ് അത് കണ്ടിട്ട് ഏതാ പേര്? അഭിലാഷ് ഓഡിയോ പ്രോ.
വാ പറയൂ. അതെ അതെ സമയമില്ല, വേറെ വീഡിയോ ഉണ്ട്. ആരെ കാര്യം പറയുന്നതാണ് വെച്ചേ, ആരെ കാര്യം പറയുന്നതാണ് വെച്ചാൽ ഞാൻ പറഞ്ഞോളാം. ഏയ്. ഏയ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പോരയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ശബ്ദ ക്രമീകരണങ്ങൾ നടത്തുന്ന അഭിലാഷ് ഓഡിയോ പ്രോ അർക്കന്നൂർ എന്ന് പറയുന്ന സൗണ്ട് സിസ്റ്റത്തിന്റെ അണിയറ ശില്പികളാണ്. ഇവരാണ് വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ ശബ്ദ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് അവർ അവരുടെ വിശേഷങ്ങൾ നമ്മളോട് പ്രേക്ഷകരോട് പങ്കുവയ്ക്കും. എന്തൊക്കെയാണ് പറയാനുള്ളത്? ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ്? ലൈറ്റ് നമ്മള് ഫുള്ള് മൊത്തം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. എല്ലാ വളരെ ഭംഗിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ലൈറ്റ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മള് ഇട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെ എന്താണ് പേരെന്താണ്? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്താണ് എന്റെ ഓണർ. ഓണറല്ല, അഭിലാഷാണ്. അഭിലാഷ്. പുള്ളി സ്ഥലത്തില്ല, പുള്ളി ഇല്ല ഇല്ല. അടുത്ത നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഇതിലേക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞേ. സുജിൻ. ഇത് ഇദ്ദേഹമാണ്. ഇദ്ദേഹമാണ് സൗണ്ട് സിസ്റ്റത്തിന്റെ വർഷങ്ങളായിട്ട് മൈക്ക് സെറ്റിന്റെ ആള്. കാതികനാണ്. ഒരു കഥാപുസ്തകം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പൊ പറയാൻ പറ്റുമോ? അപ്പൊ ഞങ്ങളുടെ സമയം പോലെ ഒരു സുഖം കാണും. അന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് നിൽക്കുന്ന ഒരു കഥാപുസ്തകം അർക്കന്നൂര് വരിച്ചികൾ. തീർച്ചയായിട്ടും കണ്ടൊരു സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഞാൻ ബിജു പരപ്പയും. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ അനൗൺസ്മെന്റുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ അനൗൺസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ അഭിലാഷ് സൗണ്ട്സ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത്. വളരെ മനോഹരമായ സൗണ്ടും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുമാണ് ആ ഒരു മൈക്ക് സെറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ കൃത്യമാണ്. എല്ലാ കേസിലും അവർ ഇടപെടുന്നു. ഇതാണ് ഈ മൈക്ക് സെറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കൃത്യമാണ് എല്ലാ കാര്യങ്ങളിലും. വളരെ നമ്മൾ എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും അവർ കൃത്യമായിട്ട്, ഒരു ഫോണില്ലെങ്കിലും അവിടെ നമുക്ക് അവിടെ ഫോണില്ല, ഒരു വീട്ടിന് മുമ്പിൽ ഒരു
അവർ പണ്ട് അവിടെ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും. അവിടെ ഹോണില്ലെങ്കിൽ കൃത്യമായിട്ട് അവർ ഓടിയെത്തുകയും അവരവിടെ ആ ഒരു ഹോൺ വെച്ച് കെട്ടുകയും അത്ര ഉത്തരവാദിത്തമായിട്ട് ഈ ഉത്സവം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മൈക്ക് സെറ്റാണ് അഭിലാഷ് സൗണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ അനൗൺസ്മെന്റ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ശരി. വീഡിയോ ജേർണലിസ്റ്റ് സാക്ഷി ടി വി സാക്ഷി ടി വി സാക്ഷിയല്ലേ? മറ്റേ ഇത് ചടമേള ചടമേള സാക്ഷി. മതി എവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പോരേടം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ മുന്നൊരുക്കൽ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഈ തത്സമയം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയത്. നാളെ മുതൽ മെയ് 5 വരെ നടക്കുന്ന മഹാദേവർ ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങളുടെ വീണ്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരും. ഇപ്പോൾ ഈ തത്സമയം ഇവിടെ പൂർണ്ണമാക്കുന്നു. സാക്ഷി ടി വിക്ക് വേണ്ടി ക്യാമറമാൻ രത്നകുമാറിനൊപ്പം രാജ്മോഹനൻ, സാക്ഷി ടി വി. ആളാവിലേക്ക് പോയാ ചാനലിന്റെ പേര് സാക്ഷി ടി വി. ഫോളോ ചെയ്തോ. ലോക്കാണ്, കുഴപ്പമില്ല. നാളെ ഇറങ്ങത്തില്ലേ? നാളെ ഞാൻ ഉണ്ടാവും. കൊടിയേറ്റ കിടക്കാൻ ഓക്കെ 11 മണിക്ക് മറ്റേ നാളെ പഞ്ചായത്തിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ തറക്കല്ലിൽ